ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ലൈഫിൽ ചില വ്യക്തികളെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ അറിയാതെ തന്നെ അവർക്ക് നമ്മളോട് ചിലപ്പോൾ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവരതൊരിക്കലും പറയാതെ കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അവരുടെ ചില പെരുമാറ്റങ്ങളിലൂടെ അല്ലെങ്കിൽ ചില ടിപ്സൊക്കെ ഉപയോഗിച്ച് നമുക്കത് കണ്ടെത്താൻ പറ്റും ആ ഒരു വ്യക്തി നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്, ഒരു വ്യക്തിക്ക് നമ്മളോട് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ചാൽ അവരുടെ ബോഡി ലാംഗ്വേജ് ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് തീരെ ഇഷ്ടമല്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ ഇഷ്ടമില്ലാത്ത രണ്ട് വ്യക്തികൾ അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും എന്തോ കുഴപ്പമുണ്ട്, എന്തോ നെഗറ്റീവ് ഉണ്ട്, നമുക്ക് ഒട്ടും ഇഷ്ടമല്ല അല്ലെങ്കിൽ അവർക്കും നമ്മളെ ഇഷ്ടമല്ല എന്ന് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. അതേപോലെ തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികളും നമ്മളോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജിലൂടെയോ അതുപോലെ തന്നെ അവർ പെരുമാറുന്ന രീതിയിലൂടെ ആയാലോ നമുക്ക് ഒരു ഇത് തോന്നും എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇഷ്ടമില്ലാത്ത വ്യക്തികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അത് ചിലപ്പോൾ അവരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളോട് പെരുമാറുന്ന ഒരു രീതി കണ്ടിട്ടായിരിക്കാം നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഇഷ്ടമുള്ള വ്യക്തികളും നമ്മളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ബോഡി ലാംഗ്വേജിലും അത് കാണാൻ പറ്റും എന്നുള്ളതാണ്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങളോട് ചെറിയൊരു ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ചെറിയൊരു ഇഷ്ടം ഒരു മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ ടച്ച് ചെയ്യാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ നിങ്ങളിപ്പോൾ ഒരു കോൺവെർസേഷനിൽ ഇരിക്കുകയാണ്, ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു കോൺവെർസേഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ നിങ്ങളെ ടച്ച് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ തന്നെ അവിടെ അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ട്. നിങ്ങളെ ഇഷ്ടമാണ് എന്നതിൻ്റെ ഒരു സൈനും കൂടിയാണ് ഈ എപ്പോഴും ഇങ്ങനെ ടച്ച് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. തേർഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് നിങ്ങളുടെ നല്ല കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിപ്പോൾ നിങ്ങളെ പ്രസൻസിലാണെങ്കിലും നിങ്ങളെ ആബ്സെൻസിലാണെങ്കിലും അവർ ഈ ഒരു കാര്യം ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് നിങ്ങളോടൊരു ചെറിയ ഇഷ്ടം ഉണ്ട് എന്നതാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിനെ കുറിച്ച് മാത്രമായിരിക്കില്ല അവർ പറയുന്നത്, നിങ്ങളുടെ ടാലൻസിനെ കുറിച്ച് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ അഡ്വാൻറ്റേജിനെ കുറിച്ച് നിങ്ങൾ ഇല്ലാത്ത സമയത്തും അല്ലെങ്കിൽ നിങ്ങളുള്ള സമയത്തും അവർ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊരു വ്യക്തിയിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. ഫോർത്ത് പോയിന്റ് ആയിട്ട് വരുന്നത്, അവരുടെ ഇൻട്രസ്റ്റ് അതേപോലെ തന്നെ അവരുടെ സീക്രറ്റ്, അവർ ലൈഫിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ള ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ നിങ്ങളോട് അവർ ഷെയർ ചെയ്തിട്ടുണ്ടാകും. സാധാരണ ഒരു ട്രസ്റ്റ് ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവെ ഷെയർ ചെയ്യാറുള്ളത്. എസ്പെഷ്യലി ഈ ഒരു കാര്യം നമ്മൾ ഗേൾസിലാണ് കൂടുതൽ കാണാറുള്ളത്. അവരൊരാളെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ, അവരുടെ പ്ലാൻസ് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിൽ അവർ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ഈ ഒരു സംഭവം കാണാനായിട്ട് പറ്റും. ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ ലൈഫിൽ നടന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ അവരുടെ പ്ലാന് എല്ലാം നിങ്ങളോട് അവർ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്, നമ്മളെല്ലാവരും പൊതുവെ കേൾക്കുന്ന ഒരു പോയിന്റാണ്, ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളുമായി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവും. അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാനുള്ളൊരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ പോലും അവർ അതിന് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്യും. നിങ്ങളുമായിട്ട് ഔട്ടിങ്ങിന് പോകും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് വല്ല ഫാമിലി ഫംഗ്ഷൻ അതുപോലെ തന്നെ ഓഫീസിലുള്ള പരിപാടികൾ, അങ്ങനെ നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന യാതൊരു ചാൻസും അവർ മിസ്സാക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊരു വ്യക്തിയിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് നിങ്ങളോടൊരു ഇഷ്ടം ഉണ്ട് എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ സയൻസ് ഒക്കെ നിങ്ങളൊരു വ്യക്തിയിൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് നിങ്ങളോട് എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ഇഷ്ടം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഒന്ന് രണ്ടെണ്ണം മാത്രം കണ്ടു എന്നുള്ളത് കൊണ്ട് നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാ പോയിന്റ്സും ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ നമുക്ക് ലാസ്റ്റ് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്ത് വെക്കുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.